Hello dear everyone, welcome again to English Wow. My name is Nishad. ഒരു കാര്യം ചെയ്യേണ്ടതുണ്ട് എന്ന് നമ്മൾ പറയാറുണ്ട്. ഏറ്റവും ലളിതമായി പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങളൊരു മീറ്റിങ്ങിൽ നിൽക്കുകയാണ്. അപ്പോൾ നിങ്ങൾ അതിൻ്റെ ഇടയിൽ നിന്ന് പറയാണ് എനിക്ക് പോകേണ്ടതുണ്ട്, അല്ലെങ്കിൽ എനിക്കൊരാളെ വിളിക്കേണ്ടതുണ്ട്, എനിക്കൊരു കാര്യം ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ പറയുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ കാര്യം കുറച്ച് നിർബന്ധമായിട്ട് എനിക്ക് ചെയ്യേണ്ടതുള്ളതാണ്. അതായത് എനിക്കത് ഒഴിവാക്കാൻ കഴിയില്ല. അപ്പോൾ ഇങ്ങനെ ചെയ്യേണ്ടതുണ്ട്, പറയേണ്ടതുണ്ട്, പോകേണ്ടതുണ്ട്, അല്ലെങ്കിൽ ഒരു പരിപാടിയിൽ അറ്റൻഡ് ചെയ്യേണ്ടതുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അതിന് നമ്മൾ ഉപയോഗിക്കുന്ന വളരെ പ്രധാനപ്പെട്ടുള്ള രണ്ട് യൂസാണ് ഹാസ് ടു, അതുപോലെ തന്നെ ഹാവ് ടു. അതായത് ആർക്കാണ് ചെയ്യേണ്ടതുള്ളത് ആ സബ്ജക്റ്റ് നമ്മൾ വെക്കുക, അതിനുശേഷം ഹാസ് ടു, ഹാവ് ടു, ഈ രണ്ട് യൂസാണ് നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ എന്തിനാണ് ഹാസ് ടു, ഹാവ് ടു നമ്മൾ വേറെ വേറെ ഉപയോഗിക്കുന്നത്? അപ്പോൾ അത് സിംഗുലറും പ്ലൂരലും തമ്മിലുള്ള വ്യത്യാസമാണ്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഐ, യു, വി, ദേ, അല്ലെങ്കിൽ പ്ലൂരൽ സബ്ജക്റ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിൽ കൂടുതൽ ആളുകൾ ഉണ്ടാകുമ്പോൾ, ഇപ്പോൾ നമ്മൾ സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ബോയ്സ് എന്ന് നമ്മൾ പറയുമ്പോൾ, അല്ലെങ്കിൽ ചിൽഡ്രൻ എന്ന് പറയുമ്പോൾ, അപ്പോൾ ഇതൊക്കെ ഒന്നിൽ കൂടുതൽ ആളുകളാണല്ലോ. ഈ ഒന്നിൽ കൂടുതൽ ആളുകൾ വരുന്ന സമയത്ത് പ്ലൂരൽ സബ്ജക്റ്റുകളുടെ കൂടെ നമ്മൾ ഏതാ ഉപയോഗിക്കുക? ഹാവ് ടു ആണ് ഉപയോഗിക്കുക. ഓക്കെ. ഇനി അതല്ലാതെ സിംഗുലർ സബ്ജക്റ്റുകളുടെ കൂടെ, ഇപ്പോൾ ഉദാഹരണത്തിന് ഹി, ഷീ, ഇറ്റ്, അല്ലെങ്കിൽ ഒരാളുടെ പേര്, ഇപ്പോൾ ക്രിസ്റ്റഫർ, അതല്ലെങ്കിൽ ചാൾസ്, ഇങ്ങനെയൊക്കെ നമ്മൾ പറയുമ്പോൾ ഒരാളാണ്. അപ്പോൾ ഒരാളുടെ കൂടെ നമ്മൾ ഏതാ ഉപയോഗിക്കുക? ഹാസ് ടു എന്നാണ് ഉപയോഗിക്കുക. അപ്പോൾ സിംഗുലറും പ്ലൂരലും തമ്മിലുള്ള വ്യത്യാസമാണ്. ഇനി അതിൻ്റെ കൂടെ മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇപ്പോൾ എവ്രി വൺ, സം വൺ, നോ വൺ, നോബഡി, ഇങ്ങനെയൊക്കെ നമ്മൾ പറയില്ലേ? നോ വൺ, നോബഡി, സംബഡി, സം വൺ എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ഇതൊക്കെ സിംഗുലറിൻ്റെ ഒരു കാറ്റഗറിയിലാണ് വരിക. അപ്പോൾ നമ്മൾ ഏതാണ് ഉപയോഗിക്കുക? ഹാസ് ടു ആണ് ഉപയോഗിക്കുക കേട്ടോ. അപ്പോൾ സം വൺ ഹാസ് ടു, അല്ലെങ്കിൽ എവ്രി വൺ ഹാസ് ടു, സംബഡി ഹാസ് ടു, ഇങ്ങനെയാണ് നമ്മൾ പറയാം. അപ്പോൾ അതിനെ നമ്മൾ സിംഗുലർ ആയിട്ട് എടുത്താൽ മതി. ഓക്കെ. അപ്പോൾ ഇതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം, ഹാസ് ടുവും ഹാവ് ടുവും തമ്മിലുള്ള വ്യത്യാസം. ഇനി നമുക്കത് ഓരോ ഉദാഹരണങ്ങളിലൂടെ നോക്കാം. എനിക്ക് നാളെ രാവിലെ ഏർലി മോർണിംഗിൽ വർക്കിന് പോകേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെയത് പറയാം? ഐ ഹാവ് ടു ഗോ ടു വർക്ക്. ഇവിടെ ഐ ഹാവ് ടു ഗോ ടു വർക്ക് ടുമോറോ ഏർലി മോർണിംഗ്. വി ഹാവ് ടു ഫിനിഷ് ദിസ് ബൈ ഫ്രൈഡേ. അതായത് വെള്ളിയാഴ്ചയോട് കൂടിയിട്ട് ഇത് ഫിനിഷ് ചെയ്യണം. സോ വി ഹാവ് ടു ഫിനിഷ് ദിസ് ബൈ ഫ്രൈഡേ. ഗസ്റ്റുകൾ വരുന്നതിന് മുമ്പേ അവർക്ക് വീട് വൃത്തിയാക്കേണ്ടതുണ്ട്. സോ they have to clean the house before their guests arrive. അപ്പോൾ ഇതാണ് ഹാവ് ടു എന്ന് വെച്ചിട്ടുള്ള കാര്യം. അതായത് നിങ്ങൾക്ക് എന്ത് കാര്യം വേണമെങ്കിലും കുറച്ച് നിർബന്ധത്തോടു കൂടി നിങ്ങൾക്ക് ചെയ്യേണ്ട ഒരു കാര്യം നമുക്ക് എന്ത് വെച്ചിട്ട് പറയാം? ഈ ഹാവ് ടു എന്നുള്ള യൂസേജ് വെച്ചിട്ട് പറയാം. അപ്പോൾ എനിക്ക് പോകേണ്ടതുണ്ട്, ഐ ഹാവ് ടു ഗോ. എനിക്കൊരാളെ വിളിക്കേണ്ടതുണ്ട്, ഐ ഹാവ് ടു കോൾ വൺ ഓഫ് മൈ ഫ്രണ്ട്സ്. അതല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് ഒരാളെ കാണേണ്ടതുണ്ട്, ഐ ഹാവ് ടു മീറ്റ് മൈ ഫ്രണ്ട്. അങ്ങനെ നമുക്ക് എന്താണോ ചെയ്യേണ്ടതുള്ളത് ആ കാര്യം പറയാൻ വേണ്ടിയിട്ട് നമുക്ക് ഹാവ് ടു എന്നുള്ളത് വെച്ച് പറഞ്ഞാൽ മതി. ഇനി ഇതേപോലെ ഹാസ് ടു വെച്ചിട്ട് നമുക്ക് 2-3 എക്സാമ്പിൾസ് നോക്കാം. നാളേക്ക് മുമ്പായിട്ട് അവനവൻ്റെ ഹോംവർക്ക് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ അവനാണ്, അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഹാവ് ടു അല്ല വെക്കുന്നത്, ഹാസ് ടു ആണ് വെക്കുന്നത്. അപ്പോൾ എങ്ങനെ പറയാം? ഹി ഹാസ് ടു ഫിനിഷ് ഹിസ് ഹോംവർക്ക് ബിഫോർ ടുമോറോ. നാളേക്ക് മുമ്പായിട്ട് അവൻ്റെ ഹോംവർക്ക് ചെയ്യേണ്ടതുണ്ട്. അവൾക്ക് എല്ലാ ദിവസവും ഈ സമയത്ത് മരുന്ന് കഴിക്കേണ്ടതുണ്ട്. അപ്പോൾ ഷീ ഹാസ് ടു ടേക്ക് ഹെർ മെഡിസിൻ അറ്റ് ദിസ് ടൈം എവറി ഡേ. എല്ലാ ദിവസവും ഈ സമയത്ത് അവൾക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട്? മരുന്ന് കഴിക്കേണ്ടതുണ്ട്. അത് കുറച്ച് നിർബന്ധമുള്ള ഒരു കാര്യമാണ് അല്ലേ? സോ ഷീ ഹാസ് ടു ടേക്ക് ഹെർ മെഡിസിൻ എവറി ഡേ അറ്റ് ദിസ് ടൈം. അടുത്തത്, അവൻ ഒരുപാട് ജോലി ചെയ്യേണ്ടതുണ്ട്. വളരെ ഈസി ആയിട്ട് നമുക്ക് പറയാം, ഹി ഹാസ് ടു ഡു എ ലോട്ട് ഓഫ് വർക്ക്. അല്ലേ? അവന് ചെയ്യേണ്ടതുണ്ട്, ഹി ഹാസ് ടു ഡു എ ലോട്ട് ഓഫ് വർക്ക്. അടുത്തത് ഹാഡ് ടു എന്നുള്ളതാണ്. എന്താ ഈ ഹാഡ് ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഹാസ് ടു, ഹാവ് ടു എന്ന് പറയുന്നത് പ്രസൻറ്റും ഹാഡ് ടു എന്ന് പറയുന്നത് പാസ്റ്റും ആണ്. അപ്പോൾ ഇവിടെ ചെയ്യേണ്ടതുണ്ട് എന്ന് പറഞ്ഞ കാര്യം പാസ്റ്റിലേക്ക് പോകുന്ന സമയത്ത് ചെയ്യേണ്ടതുണ്ടായിരുന്നു, ഇപ്പോഴല്ല, മുൻപേ അങ്ങനെ ചെയ്യേണ്ടതുണ്ടായിരുന്നു. എന്തെങ്കിലും കാര്യം എനിക്ക് ചെയ്യേണ്ടതുണ്ടായിരുന്നു, അതുകൊണ്ടാണ് എനിക്ക് വേറൊരു കാര്യം ചെയ്യാൻ പറ്റാത്തത് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ചെയ്യേണ്ടതുണ്ടായിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഏത് സബ്ജക്റ്റുകളുടെ കൂടെയും നമുക്ക് ഹാഡ് ടു എന്നുള്ളത് ഉപയോഗിക്കാം.
പ്രസൻറ്റിൽ ഹാസ് ടു ഹാവ് ടു ഉപയോഗിച്ചതിന് പകരം നമ്മൾ പാസ്റ്റിൽ ഹാഡ് ടു മാത്രം ഉപയോഗിച്ചാൽ മതി. ഏത് സബ്ജക്റ്റ് ആയാലും പ്രശ്നമല്ല. അപ്പോൾ നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഷീ ഹാഡ് ടു ക്യാൻസൽ ഹെർ പ്ലാൻസ് ബിക്കോസ് ഷീ ഗോട്ട് സിക്ക്. അവൾക്ക് അവളുടെ പരിപാടി ക്യാൻസൽ ചെയ്യേണ്ടതുണ്ടായിരുന്നു, ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. ഷീ ഹാഡ് ടു ക്യാൻസൽ ഹെർ പ്ലാൻസ് ബിക്കോസ് ഷീ ഗോട്ട് സിക്ക്. കാരണം അവൾക്ക് അസുഖം പിടിച്ചു. അവർക്ക് വീട്ടിലേക്ക് നടന്നു പോകേണ്ടി വന്നു കാരണം അവരുടെ കാറ് ബ്രേക്ക് ഡൗൺ ആയി. They had to walk home. They had to walk home because their car broke down. They had to walk home. അവർക്ക് വീട്ടിലേക്ക് നടന്നു പോകേണ്ടി വന്നു അല്ലെങ്കിൽ നടന്നു പോകേണ്ടതുണ്ടായിരുന്നു. They had to walk home because their car broke down. കാർ കേടുവന്നതുകൊണ്ട് അവർക്ക് എന്ത് ചെയ്യേണ്ടി വന്നു? വീട്ടിലേക്ക് നടന്നു പോകേണ്ടി വന്നു. They had to walk home because their car broke down. എക്സാമിന് വേണ്ടിയിട്ട് അവന് എല്ലാ രാത്രിയും പഠിക്കേണ്ടതുണ്ടായിരുന്നു. എക്സാമിന് വേണ്ടിയിട്ട് അവൻ എല്ലാ രാത്രികളിലും പഠിക്കേണ്ടി വന്നു. ഹി ഹാഡ് ടു സ്റ്റഡി ഓൾ നൈറ്റ് ഫോർ ഹിസ് എക്സാം. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ ഹാസ് ടു, ഹാവ് ടു, ഹാഡ് ടു ഇത് വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും. ചെയ്യേണ്ടതുണ്ടായിരുന്നു എന്നുള്ള അർത്ഥത്തിൽ. അപ്പോൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. നമ്മുടെ ഇംഗ്ലീഷ് ഭാഷ നല്ല ഫ്ലുവൻ്റ് ആയിട്ട് നിങ്ങൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, വളരെ ഇൻറ്റൻസീവ് ആയിട്ടുള്ള ഒരു ട്രെയിനിങ് പ്രോഗ്രാം ഇംഗ്ലീഷ് വാവ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുക്കുന്നുണ്ട്. സോ അപ്പോൾ നിങ്ങൾ ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമാണെന്നുണ്ടെങ്കിൽ ഇവിടെ കാണിച്ചിട്ടുള്ള നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. 60 ദിവസത്തെ ട്രെയിനിങ് പ്രോഗ്രാമാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്പീക്കിംഗ് പ്രാക്ടീസുകളിലൂടെയൊക്കെയാണ് കോഴ്സ് പോകുന്നത്. അപ്പോൾ താല്പര്യമാണെന്നുണ്ടെങ്കിൽ ഇവിടെ കാണിച്ച നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. വിൽ സീ ഇൻ അനദർ ക്ലാസ്. ബൈ ഫോർ നൗ.